ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു 5-6 മാസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. വേറൊന്നല്ല, മെയിനായിട്ട് എൻ്റെ മടി തന്നെയാണ് കാരണം. ഇടയിൽ 1-2 യാത്രകളൊക്കെ ചെയ്തു, അതിൻ്റെ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോസസ്സ് ചെയ്യാനും പിന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടാൻ ഭയങ്കര മടി. ടൈം കുറച്ച് പ്രശ്നമായിരുന്നു, കാരണം വർക്കിൻ്റെ ഇത്, അതുപോലെ നമ്മളൊരു എക്സിബിഷൻ വെച്ചു. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളായിപ്പോയി. അങ്ങനെ എന്തൊക്കെയോ ആയി. പിന്നെ അതങ്ങനെ അങ്ങ് ആ ഒരു ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ വെപ്പൺ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള DSLR കംപ്ലീറ്റ് മാറ്റി മിററേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ പുതിയ നിക്കോറിൻ്റെ 180-600mm ലെൻസാണ്, ടെലി ലെൻസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടുണ്ടായത് തന്നെ 200-500 എന്ന് പറഞ്ഞ DSLR മൗണ്ട് ലെൻസാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇവർ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കിയത്. സി മൗണ്ട്, അതായത് മിറർലെസ് മൗണ്ട് ലെൻസ് ഇപ്പോഴാണ് മാർക്കറ്റിലേക്ക് ഇറക്കിയത്. അനൗൺസ് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ അന്ന് വരെ വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പിന്നെ ബുക്ക് ചെയ്തു, മെയിൽ അയച്ച് ബുക്ക് ചെയ്ത് സംഭവം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്നലെ ആയിരുന്നു നമുക്ക് സാധനം കയ്യിൽ കിട്ടിയത്. വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ പർച്ചേസാണ്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ മുരളിയേട്ടനോടാണ്, തൃശ്ശൂർ G-Nome. അത്യാവശ്യം നല്ല ഒരു പ്രൈസ് തന്നെ കിട്ടി. 1.5 രൂപ അടുപ്പിച്ച് നല്ല ബെസ്റ്റ് ഓഫർ തന്നെ മുരളിയേട്ടൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടുന്നവർ എന്തായാലും മുരളിയേട്ടനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ലെൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ മുരളിയേട്ടനെ കോൺടാക്ട് ചെയ്തോ. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ഇത് അൺബോക്സ് ചെയ്യാം അല്ലേ. ഇതാണ് നമ്മളുടെ ഐറ്റം. നമുക്കെന്തായാലും ഓപ്പൺ ചെയ്യാം എന്തൊക്കെയാണ് ഉള്ളത്. ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മളുടെ ഫുഡാണ്. വേറെ വഴിയില്ല. അപ്പുറത്ത് തുറന്നിട്ടോടെ കിടത്തിയതല്ല, ഇപ്പുറത്ത് തുറന്നിട്ടില്ല, ഇപ്പുറത്ത് തുറന്നിട്ടില്ല. അപ്പോൾ വരുന്ന നമ്മളുടെ ഫുഡ്, ലെൻസ് ഫുഡ്. അതേപോലെ അതിൻ്റെ പൗച്ചാണോ അല്ല മൈക്രോ ഫൈബർ ക്ലോത്താണോ എന്നറിയില്ല. ഒരു പൗച്ചാണ്. നമ്മളെ മറ്റേ 200-500 സിലിണ്ടറിക്കലായിട്ടുള്ള പൗച്ചായിരുന്നു. ഇത് നമ്മൾക്ക് അത് എന്താ പറയുക, ബോക്സി ടൈപ്പാണ്. കൊള്ളാം. മൈക്രോ ഫൈബറാ, തുടക്കാൻ കൊടുക്കാം. ഇതാണ് മക്കളെ ഐറ്റം. ഇതാണ് നമ്മളുടെ ഐറ്റം. കണ്ടല്ലോ, 200 മാറിപ്പോയി 180-600. അപ്പോൾ ഇതിന് വരുന്നത് ഇൻറ്റേർണൽ സൂമാണ്. സോ ലെങ്ത്ത് ചേഞ്ച് ആവില്ല. അപ്പർച്ചർ 5.6 to 6.3 വേരിയബിൾ അപ്പർച്ചറുമാണ്. 200-500 കുറച്ച് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഹുഡില്ലേ, ഹുഡിന് ഇവിടെ ലോക്ക് വരുന്നുണ്ട്. നമ്മളുടെ പഴയ 200-500 പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ലോക്കില്ല. അപ്പോൾ മിക്ക സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് പിന്നെ ലൂസായി വീഴാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലോക്കായി, ലോക്കുള്ളതുകൊണ്ട് ഇനി ഇത് അനങ്ങില്ല ഇവിടെ നിന്ന്. അപ്പോൾ സെറ്റാണ്. അൺലോക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഊരണമെങ്കിൽ, ഡിസ്മൗണ്ട് ചെയ്യണമെങ്കിൽ ആ ലോക്ക് പ്രസ് ചെയ്യുക, റിവേഴ്സ് തിരിച്ചു കഴിഞ്ഞാൽ സാധനം റെഡിയായി. ഓക്കെ, വെയിറ്റ് പഴയ ലെൻസിനെക്കാട്ടിയും കുറച്ച് കുറവുണ്ട്, പക്ഷെ ലെങ്ത്ത് കൂടുതലാണ്. അത് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. നമ്മളുടെ ഡ്രൈ ക്യാബിനറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ 200-500 എൻ്റെ 30 ലിറ്ററിൻ്റെ ഡ്രൈ ക്യാബിനറ്റാണ് വരുന്നത്. അപ്പോൾ അതിന് 2 പാർട്ടീഷൻ ഉണ്ട്. താഴത്തെ പോർഷനിൽ ചെരിച്ചിട്ടായിരുന്നു, ഡയഗണലായിരുന്നു ഞാൻ വെച്ചോണ്ടായത്. അപ്പോൾ ഇത് ഇന്നലെ നോക്കുമ്പോൾ അങ്ങനെ നടക്കില്ല. പിന്നെ നമുക്ക് ആ
പാർട്ടീഷൻ മാറ്റി ലെൻസിനെ കുത്തനെ വെച്ചാൽ മാത്രമേ അതിനകത്ത് കയറുള്ളൂ. മിക്കവാറും ഞാൻ 50 ലിറ്ററിൻ്റെ എടുക്കേണ്ടി വരും. കാരണം ഡിവൈസ് ഓരോന്നായിട്ട്, അതായത് ഗാഡ്ജറ്റ്സേ കൂട്ടാൻ പ്ലാനുണ്ട്, ലെൻസും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം കൂടി കൊള്ളാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ നിർത്തുന്നുള്ളൂ. അടുത്ത വീഡിയോ നമുക്കിതിൻ്റെ റിവ്യൂ ചെയ്ത് നോക്കാം. ഉപയോഗിച്ചിട്ട് പടങ്ങൾ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ലേറ്റ് ആക്കില്ല, 2 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ എന്തായാലും വരും. ഓക്കെ, കാരണം 2 ദിവസം വേണമല്ലോ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ സമയത്തും പറ്റില്ല. ആ രാവിലെയും വൈകുന്നേരത്തെ കുറച്ച് അവേഴ്സ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ ബേഡ്സും അവരും വിചാരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു പേഴ്സണൽ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.